ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെന്നിത്തല എഴുതിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് SIT പരക്കം പാഞ്ഞ് നടന്നത്. ചെന്നിത്തല 500 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് ശബരിമലയിൽ നടന്നു. ശബരിമല നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഇതൊക്കെ ചെന്നിത്തല പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ അറിയാം. കോടതി അത് കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അന്താരാഷ്ട്ര റാക്കറ്റിന് ഇതിൽ ബന്ധമുണ്ട്. അതിനുശേഷം പല ഫോട്ടോകളും പുറത്തു വന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ഫോട്ടോയിൽ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പല ആളുകളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അവരുടെ ജാതകവും എന്താ പറയുക, അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും ഒന്നും ഒരുപക്ഷെ തീർച്ചയായിട്ടും അന്വേഷിക്കണം. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ശബരിമലയിൽ 2007 മുതൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ അദ്ദേഹത്തെ സംശയിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് വിശ്വാസിയല്ലാത്ത പിണറായി വിജയൻ ഒരിക്കലും അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ പിണറായി വിജയനെ മാറ്റി നിർത്താം. സൈബർ ഗ്രൂപ്പുകളൊക്കെ പിണറായി വിജയനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോൺഗ്രസ്സുകാർ ആദ്യം പറയേണ്ടത് എന്തിനാണ് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാൻ പോയത്? ഇതല്ലേ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം. പക്ഷേ ഇത് പറയാതെ, ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ, ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താതെ കോൺഗ്രസ് അങ്ങ് അഴിഞ്ഞാടുകയാണ്. അതായത് സതീശൻ പറയുന്നു ഞങ്ങൾ രണ്ട് IPS ഉദ്യോഗസ്ഥർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു, അവരുടെ പേരുകൾ ഞാനിതാ പറയാൻ പോകുന്നു, ഇനിയും നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ ആ പേരുകൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറ സതീശൻ ആരെയാ ഭയക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ? സതീശൻ എന്തിനാ ഭയക്കുന്നത്? ആ 2 IPS ഉദ്യോഗസ്ഥരുടെ പേരങ്ങ് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ തീരുമല്ലോ. പിന്നെ അവരുടെ സമ്മർദ്ദം ചെലുത്തൽ കേരളത്തിലെ ജനങ്ങൾക്കും അറിയണമല്ലോ എന്തിനാണ് അവർ സമ്മർദ്ദം ചെലുത്തുന്നത്, ആരെ രക്ഷിക്കാനാണ് അവർ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇങ്ങനെ ഓരോരുത്തർ വന്ന് അന്വേഷണത്തെ വഴിതെറ്റിക്കാനായി ഓരോ ഗിമിക്കുകൾ കാണിച്ചു പോകരുത്. കാരണം എന്തിനാണ് ഓട്ടോ ഡ്രൈവറായ ഡി മണി എന്ന് പറയുന്ന ഒരാളുടെ പേര് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി പറഞ്ഞതനുസരിച്ച് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഡി മണി ആദ്യം ഒരു ഓട്ടോറിക്ഷക്കാരനാണെന്ന് പറയുന്നു. 6 വർഷം കൊണ്ട് അയാൾ പണക്കാരനായി എന്ന് പറയുന്നു. പോപ്കോൺ മണി, ക്യാൻറ്റീൻ മണി, ദാവൂദ് മണി, ഡി മണി, ജയിൽ മണി, ഡയമണ്ട് മണി, ഇങ്ങനെ പല പേരുകളിൽ അയാൾ അറിയപ്പെടുന്നു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ ജയറാമിന്റെ വീട് ചെന്നൈയിലാണ്. ജയറാമിന്റെ വീട് ചെന്നൈയിൽ കൊണ്ടുവന്ന് വച്ച് ഇത് മൊത്തവും അവിടെ കയറ്റി, ജയറാമിന്റെ വീട്ടിൽ കയറ്റി ഇത് മൊത്തവും പൂജിച്ച്, ഇതിൽ മൊത്തവും മറ്റൊരു വീട്ടിലേക്ക് ഇതൊക്കെ പോയാൽ അശുദ്ധിയാകില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ആ അശുദ്ധിയൊക്കെ ആക്കി ഇതിനെ വീണ്ടും കൊണ്ടുവന്ന് ഉരുക്കി എടുക്കേണ്ടവന്മാരെല്ലാം എടുത്ത് എന്നിട്ട് ചെമ്പാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ചെന്നൈയിൽ ആണെങ്കിൽ ഈ ഡി മണിക്ക് ഈ സാധനം കാണാനുള്ള ഒരു എന്താ പറയുക, ഈ ദ്വാരപാലക പാളികളോ അല്ലെങ്കിൽ വിഗ്രഹപാളികളോ വാതിൽ പാളികളോ ഒക്കെ കാണാനുള്ള ഒരു അവസരമാക്കിയല്ലേ ജയറാമിന്റെ വീട് മാറ്റിയതെങ്കിലോ? ജയറാം പോലും അറിയാതെ. അങ്ങനെയും സാധ്യതയില്ല. ചിലപ്പോൾ ജയറാം അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ജയറാം അറിയാതായിരിക്കാം. ജയറാമിനെ പിന്നീട് ആരും അന്വേഷണം ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതായിട്ടോ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതായിട്ടോ, കാരണം ജയറാം ഒക്കെ VVIP കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അവരെ ഒന്നും വിളിക്കില്ല. സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുമ്പേ ഇടിച്ച് കൂമ്പ് വാട്ടി കൊണ്ടുവന്ന് പിഴിഞ്ഞെടുത്തേന്. ഡി മണി എന്ന ആള് പറയുന്നു എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയുകയേ ഇല്ല, നിങ്ങൾ പറയുന്ന ഡി മണി ഞാനല്ല, ആ മണി ഞാനല്ല. ആ മണി ഞാനല്ലെങ്കിൽ പിന്നെ ചെന്നിത്തല പറഞ്ഞ വ്യവസായി പറഞ്ഞ ആൾ ആരാണ്? ഇപ്പൊ ഈ ശബരിമല വിഷയം വഴിതെറ്റിക്കാൻ നോക്കുന്നത് ആരാണ്? ചോദ്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനിടയ്ക്ക് ഈ LDFിലെ ചില ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ എന്താ പറയുക, ചിരിപ്പിക്കുമെന്നുള്ളതാണ്. ഇന്നലെ ജയ്ഹിന്ദ് ചാനലിൽ നടന്ന ഒരു ചർച്ച, ബിനു മുരളീധരൻ അവതരിപ്പിച്ച ഒരു ചർച്ച, അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഒരു LDFിന്റെ ഒരു നേതാവ് വന്നിരുന്നിട്ട് പറയുകയാണ്, എക്ക് പറയുകയാണ് അത് A1 വെച്ച് ചെയ്തതാണ്, അത് A1 വെച്ച് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതുപോലും അറിഞ്ഞുകൂടാത്ത ആളുകളാണ് LDFിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള AI ഫോട്ടോയാണ് എന്ന് പറയുന്നതിന് A1 ആണെന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് ആ പാർട്ടിക്കകത്ത് കൂടുതൽ പേരും എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിയും ബോധമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം പഴയ കാലഘട്ടത്തിലുള്ള ഒരാളാണ്. ചിലപ്പോൾ അക്ഷര പിശകായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞത് മാറിപ്പോയതായിരിക്കാം. പിന്നീട് തിരുത്തുമ്പോഴും അദ്ദേഹം A1 എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ കോൺഗ്രസ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ, കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ ഭരണപക്ഷത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ വന്നിട്ടില്ല, പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി ഒന്ന് തുമ്മിയാൽ പോലും ആരോപണം ഉന്നയിക്കുന്ന സതീശൻ, പ്രതിഷേധം സംഘടിപ്പിക്കുന്ന KSU, പിന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്ന KPCC പ്രസിഡന്റ് ഒക്കെ ഉള്ളിടത്ത് പിന്നെ ശബരിമല മൊത്തവും സഹാക്കന്മാർ കട്ടു എന്ന് പറയുമ്പോഴും ഒരു പാരഡി പാട്ടിൽ പിടിച്ച് ലോകം മുഴുവൻ വൈറലാവാൻ ശ്രമിക്കുമ്പോഴും ശബരിമല വിഷയത്തെക്കുറിച്ച് 2 IPS ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇടപെടുന്നുണ്ട്. ഇത് മാത്രമേ സതീശന് പറയാനുള്ളൂ. ഇതൊന്നുമല്ല സതീശൻ ഞങ്ങൾക്കറിയേണ്ടത്. അടൂർ പ്രകാശുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം എന്താണ്? അത് അടൂർ പ്രകാശ് പറയുന്നു, എന്നെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഒരു സോണിയാഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായി അടൂർ പ്രകാശ് MP ചോദിക്കും, എന്തിനാണ് നിങ്ങൾ സോണിയാഗാന്ധിയെ കാണുന്നത്? സോണിയാഗാന്ധിയുമായുള്ള പരിചയം എങ്ങനെയാണ്? അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ ശരി, ഒരു MP ആണ്, ഒരു MP ആർക്ക് വേണമെങ്കിലും വിളിക്കാം. സ്വാഭാവികമായി ചോദിക്കില്ല എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത്. ആന്റണി വിളിച്ചത്, ആന്റണിക്കൊപ്പം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ ബിഗ് സ്രാവ് എന്ന് പറയുക. എല്ലാ ഇടനിലക്കാരെയും ബന്ധിപ്പിച്ച കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത്? സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്നത്, ഇതിലൊരു അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ബന്ധമുണ്ട്. ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ബന്ധം എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്. കാരണം ഈ UP സർക്കാർ ഭരിക്കുന്ന കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു പാവ സർക്കാരായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ ഉന്നതമായ വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യനെ ഒരു പാവയാക്കി വെച്ചുകൊണ്ട് ഭരണം മുഴുവൻ നടത്തിയത് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയുമാണ്. ആ സമയത്ത് കോടിക്കണക്കിന് അഴിമതി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടി ആര് കടത്തി എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. കോടികളുടെ അപഹരണം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരത്തിൽ വിഗ്രഹങ്ങളൊക്കെ ഈ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഒരു പുരാവസ്തു പിന്നെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേര് ഗണപതി എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അത്തരത്തിൽ ഒരു ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത, ഹിന്ദു വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ പിന്തുടരാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇറ്റലിയിൽ അവരുടെ സഹോദരി, അവരും ക്രിസ്ത്യൻ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെ പിന്നെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അവരവിടെ പോയിട്ട് ഗണപതി എന്ന പേരിൽ ഒരു പുരാവസ്തു പിന്നെ സ്ഥാപനം തുടങ്ങുന്നു. അവിടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ, ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് കുറെ പുരാവസ്തുക്കൾ എത്തുന്നു എന്നൊക്കെ പറയുന്നു. ഇത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ SITക്ക് അന്വേഷിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഒരു സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ എത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇത് സോണിയാഗാന്ധിക്ക് ഇതിന്റെ ബന്ധം എന്താണ്, ഇനി തന്ത്രിക്ക് ഇതിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിലൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി D.മണിയെ ജയറാമിന് അറിയാമോ, ഈ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ എന്താണ്, അങ്ങനെ സംശയങ്ങൾ ഒരുപാടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് SITയുടെ കയ്യിൽ നിൽക്കില്ല. CBI തന്നെ വരണം, അല്ലെങ്കിൽ ഇന്റർപോളിന്റെ അന്വേഷണം ഇതിൽ ശക്തമാകണമെങ്കിൽ മാത്രമേ അയ്യപ്പൻ എങ്ങോട്ടാണ് പോയത്, അയ്യപ്പനെ ഇവർ എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടുപോയത്, അയ്യപ്പനെ മാത്രമേ കടത്താൻ കഴിയൂ, അയ്യപ്പന്റെ ചൈതന്യം ഇപ്പോൾ ശബരിമലയിലുണ്ട്, എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയാൻ സാധിക്കും.